സിബിന് പോയതോടുകൂടെ ഞാൻ ബിഗ് ബോസ് കാണലെത്തി നിങ്ങളായിരുന്ന വീട്ടിലെ. താങ്ക് യു. ആ സിബിന് ഇത്രയും വിവരമില്ലായിരുന്നു പിടിച്ചു നിൽക്കാൻ നോക്കണ്ടേ. അത് ഓരോരുത്തർക്കും ഓരോരു ഇപ്പൊ നമ്മൾ പലരും വരുന്നത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. നമുക്ക് പല ആൾക്കാർക്കും പല മെമ്മറീസ് പല ട്രോമകൾ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് റിയാക്ഷൻ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരാൾ ഇങ്ങനെ തന്നെ നിൽക്കണമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതായത് ഓരോ സാധനത്തിനോടും കൊടുക്കുന്ന ഒരു റിയാക്ഷനും റെസ്പോൺസും ഒക്കെ ഭയങ്കര ഡിഫറെന്റ്. അപ്പൊ ആ സമയത്ത് സിബിന് അതാണ് ഫീൽ ചെയ്തത്, ട്രൂത്ത്ഫുൾ ആയിട്ട് അത് ഫീൽ ചെയ്തത്. പിന്നെ സിബിൻ തന്നെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു സിബിന്റെ മൊത്തത്തിൽ സിബിന്റെ ഒരു എന്താ പറയാ ഡിസിഷൻ അല്ലായിരുന്നു പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്. മൊത്തത്തിൽ സിബിന്റെ ഡിസിഷൻ അല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് എത്രത്തോളം കാര്യങ്ങൾ ഇനിയും ആള് സംസാരിക്കുമോ സംസാരിക്കില്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളെ പോലെ എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. സിബിൻ ബ്രോനെ ഒഴിവാക്കിയില്ലേ ുള്ള കാര്യം ബിഗ് ബോസിൽ. കാരണം ഞാൻ അത് ലാലേട്ടന്റെ എപ്പിസോഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ജാനുവിനായിട്ട് ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണ്. അതായത് ആ വീട്ടിൽ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടും കുക്ക് ചെയ്തായിക്കോട്ടെ ബാക്കി എല്ലാവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിക്കോട്ടെ. ഒരാൾക്ക് വയ്യാണ്ടെങ്കിൽ 24 മണിക്കൂർ അവരെ നോക്കുന്ന ഒരു വ്യക്തി ജാനു ആയിരിക്കും. അപ്പം അങ്ങനെ പിന്നെ ഫുൾ ടൈം പാട്ട് പാടി കോമഡി പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു ജാനുവിനെ അല്ല നമ്മൾ പുറത്ത് കണ്ടിരുന്നത്. അതേപോലെ തന്നെ കുറേ പേര് എനിക്ക് പെട്ടെന്ന് എന്താ പറയാ പേരുകൾ ഓർമ്മ വരുന്നില്ല. അപ്പം അതാണ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ബിഗ് ബോസിൽ ഫസ്റ്റ് കയറിയപ്പോൾ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു 2-3 ഡേയ്സ് ഒക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ പാർട്ട്ണറായിട്ട് ഞാൻ ഭയങ്കര പാർട്ട്ണറായിട്ട് ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻ്റ് ഇൻ ദ സെൻസ് ലൈക്ക് എനിക്ക് അവനടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലാണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനല്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ഹൗസിന്റെ ഉള്ളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹോം സിക്ക് അടിക്കും ആ പരിപാടിക്ക് വരുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഐ എം റിയലി സർപ്രൈസ്ഡ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി പുറം ലോകമായിട്ടുള്ള പരിപാടി നമ്മൾ കട്ടായി പോകും. നമുക്ക് സത്യമായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിലെ ആൾക്കാരുടെ കാര്യങ്ങൾ, അവിടുത്തെ കുറെ പ്രശ്നങ്ങൾ, ഇതൊക്കെയായിരിക്കും നമ്മുടെ മൈൻഡിൽ. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇതുവരെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വന്ന ആരും പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൾക്കാരുടെ ഫേസ് ഒക്കെ നമുക്ക് മറന്നു പോകും. അതൊക്കെ എനിക്ക് ഒരു സമയത്ത് കുറച്ച് ഡാർക്കൊക്കെ അടിച്ചായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഫേസ് വോയിസ് മറന്നു പോവും. നമ്മൾ സ്വപ്നങ്ങൾ കാണില്ല അവിടെ. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ട്രിപ്പായിരുന്നു ആ ഒരു ഇതിൽ. പിന്നെന്താ ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളും ഇവിടെ പുറത്തിറങ്ങിയതുകൊണ്ട് ഞാൻ ആക്ച്വലി സിബിൻ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ബിഗ് ബോസ് ഇരുന്ന് കാണുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ സിബിനില്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം പഴയൊരു ട്രാക്കിലോട്ട് തന്നെയാണോ വീണ്ടും പോകുന്നത് എന്നുള്ളൊരു മൂഡ് തോന്നിപ്പോയി ടു ബി ഓണസ്റ്റ്. അപ്പോൾ എനിക്ക് പിന്നെ അത് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഹായ് അൻസിബ. അൻസിബനെ ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞാണ് ഞാൻ ആരെ ട്രസ്റ്റ് ചെയ്താലും അൻസിബനെ ട്രസ്റ്റ് ചെയ്യൂല. കാരണം അൻസിബ ബാക്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് കയറിയിട്ടുള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ അവിടെ ചെന്ന് ഓരോ മനുഷ്യരുടെ ഫേസ് കണ്ട് അവരുടെ ഇമോഷൻസ് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അൻസിബ എന്ന് പറയുന്ന കുട്ടി ലൈക്ക് ഭയങ്കര പ്രശ്നങ്ങളിൽ ഇടപെടാൻ അതായത് ആൾക്ക് ആ വീട് ആക്ച്വലി കംഫർട്ടബിൾ അല്ല. ആളെന്നെ ലാലന്റെ എപ്പിസോഡ് പറഞ്ഞിട്ട് എന്നെ പുറത്താക്കിയാലും ഹാപ്പിയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പം ഒട്ടും കംഫർട്ടബിൾ അല്ല. പക്ഷെ ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ എന്താ നമ്മൾ സിനിമകളെ പറ്റിയിട്ട് അങ്ങനെ സംസാരിച്ചൊരു വ്യക്തി അൻസിബയാണ്. കാരണം ഞാൻ കാണുന്ന സിനിമകൾ അൻസിബ കണ്ടിരുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെ കുറെ നോളജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചത് അൻസിബനായിട്ടായിരുന്നു. പിന്നെന്താണ് യു ആൻഡ് സിബിൻ വേർ റൈറ്റ് ഫോർ ബിഗ് ബോസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതിലും അത്രയും കമന്റ്സ് വരുന്നതിലും ഭയങ്കര ഹാപ്പിയാണ്. ഗബ്രി ഗെയിമറാണ്. ഗബ്രി അവിടെയുള്ള എല്ലാവരും ഗെയിമേഴ്സ് ആണ്. പിന്നെ ഞാൻ പുറത്തുനിന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിലെ അല്ല എനിക്ക് ഗബ്രീനെ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ആളായിട്ടുള്ള ഒരു മിംഗ്ലിംഗ്. പൂജ സിബൻ യു വർ ടു ഗുഡ്. ഓൺലി യു സെഡ് സംതിങ് ഇൻ സപ്പോർട്ട് ഓഫ് സിബൻ. യു ഹാഡ് ദ ഗട്സ് ടു ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ലാലേട്ടൻ കുഡൂസ്. അത് ആക്ച്വലി ആ എപ്പിസോഡ് നമുക്ക് സാറ്റർഡേ സൺഡേ സെയിം ഡേ ആണല്ലോ ഷൂട്ട് വരുന്നത്. അപ്പൊ ആ ടൈമില് എന്താ പറയാ ലാലേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് ഗെയിമിന്റെ പാർട്ടാണ്. പക്ഷെ സിബിൻ ഭയങ്കരമായിട്ട് ലോ ആയിപ്പോയി. അപ്പൊ സിബിൻ അന്ന് തന്നെ ഭയങ്കര മൈൻഡ് ഡൗൺ ആവുമ്പം എവിടെയെങ്കിലും ഞാൻ പറയുന്നുണ്ട് ഓക്കെ ആവ് ഇതൊക്കെ എന്ത് എന്നുള്ള മൂഡ് പിടിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആള് ഓക്കെ ആയില്ല. അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടി എല്ലാവരും മുന്നിൽ വെച്ചിട്ടും ഒന്നുകൂടെ പറയാന്നുള്ള മൂഡിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണത്. എനിവേ യാ സിബിൻ ഗെയിം ചേഞ്ചർ തന്നെയാണ്. പൂജ സിബിൻ നന്ന ഗെയിം കളിച്ചു. അപ്പോൾ കൊണ്ടുനിന്ന് ഋഷി ശരണ്യ ഇപ്പോൾ ഫേക്ക് ഗെയിം കളിക്കും. ഞാൻ ഇപ്പോഴത്തെ അവരുടെ ഗെയിം എന്താണെന്ന് നമുക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല.
പിന്നെ സത്യം പറഞ്ഞാൽ ഹൗസിൻ്റെ ഉള്ളിൽ ഗെയിം, അതായത് ഞാൻ അവിടെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഗെയിം സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇതാണ് ഒരാളെ ഇവൻ എന്തിനാ ഇങ്ങനെ ചെയ്യണം, ഇവൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നല്ലാതെ ഇവൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ആരും അവിടെ സംസാരിക്കില്ല. അങ്ങനെ എന്തുകൊണ്ട് ഒരാൾ അവിടെ ഇത് ചെയ്യുന്നു, അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ഒരു ഗെയിം ഉണ്ടാവുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംസാരം അവിടെ വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അഖിൽ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല നല്ല റീൽസ്, മീൻ അഖിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. എൻ്റെ റീൽ എഡിറ്റ് ചെയ്യുന്നതും എൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തതൊക്കെ അഖിലാണ്, എൻ്റെ പാർട്ട്ണറാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു നല്ല എഡിറ്റിംഗ് ആണല്ലോ. സോ താങ്ക് യു, അവനോടൊരു വലിയ താങ്ക് യു പറയാണ്ട്. പൂജ യു ആർ സച്ച് എ പ്യുവർ സോൾ, ഗുഡ്, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു. ആ ജാസ്മിനെ ഒന്ന് കുളിപ്പിക്കാൻ പറ്റുമായിരുന്നു. ജാസ്മിൻ കുറച്ച് ജാസ്മിനെ പറ്റിയിട്ട് ഇപ്പം നിങ്ങൾക്കുള്ള കുറച്ച് അഭിപ്രായങ്ങളില്ലേ ജാസ്മിനെ പറ്റിയിട്ട്? ഇപ്പം ഇതിന് മേലെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ കുറേ പേരെ പറ്റിയുള്ള ജഡ്ജ്മെന്റ്സ് മാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഇപ്പം ജാസ്മിനും നോറയും ഒഴിച്ച് ബാക്കി എല്ലാവരെ പറ്റിയിട്ടുള്ള ജഡ്ജ്മെന്റ്സ് എനിക്ക് മാറിയായിരുന്നു. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഓരോരുത്തരും ഒരു സ്പേസിൽ വരുമ്പം നമ്മൾ ഒരു സ്പേസിൽ വരുമ്പോൾ നമുക്ക് ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ആക്ട് ചെയ്യാം, രണ്ട് തരത്തിലും ചെയ്യാം. അപ്പം അതെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. അതിലൊരാൾ നീ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ അവരുടെ കാര്യമാണ്. സോ അത് ബിഹേവ് ആണോ, അതൊരു ആക്ഷൻ ആണോ, അല്ലെങ്കിൽ ഒരു ആക്ടിങ് ആണോ എന്നുള്ളത് ജഡ്ജ് ചെയ്യേണ്ടത് പ്രേക്ഷകരാണ്. മിസ് യു പൂജ. താങ്ക് യു. ഗബ്രി കോഴിയാണ്, ജാസ്മിനെ കാട്ടുകോഴിയാണ്. ചേച്ചി ബിഗ് ബോസിലെ ഇനിയും ഒരു ചാൻസ് കിട്ടിയ ചേച്ചി പോവോ? ബിഗ് ബോസിൽ ഇനിയും ചാൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം, പോവാ. പക്ഷെ എനിക്ക് പേടി, ഞാൻ ആ ഒരു എപ്പിസോഡിലും ഞാൻ ഭയങ്കര പേടിച്ചിരുന്നു. പെയിനും ഭയങ്കര ഉണ്ടായിരുന്നു, ഭയങ്കര പേടി ഉണ്ടായിരുന്നു. കാരണം ഇത് ഒരു പ്രാവശ്യം ഭയങ്കര പെയിൻ പോലെ എനിക്ക് വന്നിട്ടുള്ളത്. അപ്പം അത് ശരിയാവാൻ കുറെ ടൈം എടുത്തു. അപ്പം അതിലേക്ക് ബെഡ് റിഡനൊക്കെ ആയിട്ടുണ്ട് ഞാൻ. പിന്നെ അപ്പം അതിലേക്ക് Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.